വടക്കൻ കേരളത്തിൽ കനത്ത മഴ. കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് മാളിക്കടവ് ബാലുശ്ശേരി റോഡ് അടച്ചു. കണ്ണൂർ വിമാനത്താവള റോഡിൽ വാരം ഭാഗത്ത് വെള്ളക്കെട്ട്. കണ്ണൂർ കാസർഗോഡ് തീരമേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. ആലുവ മാതൃശക്തിയിൽ നിന്ന് 3 പെൺകുട്ടികളെ കാണാതായി. 15, 16, 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ കാണാതായത് ഇന്നലെ അർദ്ധരാത്രി. അന്വേഷണം ആരംഭിച്ച് പോലീസ്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് ശുചീകരണത്തിൽ മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗം ഇന്ന്. മന്ത്രിമാരും മേയറും റെയിൽവേ അധികൃതരും പങ്കെടുക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതി തയ്യാറാക്കും. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ ഹർജികൾ സുപ്രീം കോടതിയിൽ. പരിഗണിക്കുക. പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജികൾ ഉൾപ്പെടെ പുനഃപരീക്ഷ വേണോ എന്നതിൽ ഇന്ന് തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയിൽ 3 ഡോക്ടർമാർ CBI കസ്റ്റഡിയിൽ. കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖം ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നൊരു വർഷം. നാടെങ്ങും അനുസ്മരണ പരിപാടികൾ. പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് ജനപ്രവാഹം തുടരും. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. അന്ത്യം മണിപ്പാലിൽ. ഇവിടെ പറഞ്ഞത് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപക ഡയറക്ടർ. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചേക്കും. സൂര്യകുമാർ യാദവ് 2020 ടീമിനെ നയിക്കുമോ എന്നും ഇന്നറിയാം.